UDF അംഗങ്ങളും VCയും തമ്മിലുള്ള പോരുമൂലം മാസങ്ങളായി കാലിക്കറ്റിലെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ പക്ഷേ സെനറ്റ് യോഗം നടന്നേ പറ്റൂവെന്ന കർശന നിർദ്ദേശം ലീഗ് അംഗങ്ങൾക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നൽകിയിരുന്നു. 9 ഓറിയന്റൽ കോളേജുകളിൽ അറബി ഇതര കോഴ്സുകൾ കൂടി തുടങ്ങുന്നതിനുള്ള ചട്ടഭേദഗതി സെനറ്റ് യോഗം വോട്ടിനിട്ട് പാസാക്കി. CPM അംഗങ്ങൾ എതിർത്തെങ്കിലും സെനറ്റിലെ ഇടതു MLAമാർ മൗനം പാലിച്ചു. അജണ്ടകളെല്ലാം പൂർത്തിയാക്കി 2.5 മണിക്കൂറിന് ശേഷമാണ് യോഗം പിരിഞ്ഞത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കാര്യമായി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചു കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അടുത്തിരുന്നാൽ തീരുന്നേ ഉള്ളൂ. തീർന്നു. ഇനി ഞങ്ങൾ സംസാരിച്ച് തീർക്കും. വൈസ് ചാൻസലർ ജനാധിപത്യ രീതി പിന്തുടർന്നതുകൊണ്ടാണ് യോഗത്തിൽ സഹകരിച്ചതെന്ന് UDF അംഗങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണറെ നേരിട്ട് കണ്ട് ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന വൈസ് ചാൻസലറുടെ നിലപാട് തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം വളരെ അനുകൂലമായ പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം എന്ന നിലയിൽ മാത്രമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായ മാറ്റം ഞങ്ങൾ നോക്കിക്കാണുന്നത്. യോഗത്തിലുടനീളം അംഗങ്ങളുടെ അഭിപ്രായം മാനിച്ച് വൈസ് ചാൻസലർ നിലപാടെടുത്തതും ശ്രദ്ധേയമായി. മീഡിയ 1 കോഴിക്കോട്.